ഡോക്ടർ പി ജെ വിൻസെന്റ്, ഈ ഭീകരവാദത്തിനെതിരെ, ടെററിസത്തിനെതിരെ വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു നിലപാട് ഇന്ത്യ രാജ്യാന്തര വേദികളിൽ കൊണ്ടുവരികയും പാകിസ്ഥാനെ അതിൽ പ്രതി ചേർത്ത് നിരവധി തെളിവുകൾ സഹിതം ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോഴും നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ ഫലത്തിൽ എൻഡ് റിസൾട്ടിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ആയി അത് രൂപാന്തരപ്പെടുന്ന നമ്മൾ കാണുന്നില്ല. ഇതിന് പാകിസ്ഥാൻ്റെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, വളരെ സങ്കീർണമായിട്ടുള്ള അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒരു കാരണമാണോ? അതായത് അവിടുത്തെ ഭീകരവാദ സംഘടനകൾ ഓപ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്ക് അഭിമതനായി നിൽക്കുന്ന ഒരു ഭരണകൂടം ഉണ്ടാവുക, ആ ഭരണകൂടത്തിന് ഇവരെ സംരക്ഷിക്കേണ്ടി വരിക, അങ്ങനെ അവർ നടത്തുന്ന ഭീകരവാദത്തിന് അറിഞ്ഞും അറിയാതെയും ഒക്കെ അതിന് തണലൊരുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, ഇങ്ങനെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണോ യഥാർത്ഥത്തിൽ പാകിസ്ഥാന് ഈ ഭീകരവാദം ഭരണകൂടത്തിൻ്റെ തണലിൽ വളരാൻ ഇടയാക്കുന്നത്? അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെങ്കിൽ ഭരണകൂടം ഈ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക എന്ന് ഇന്ത്യയുടെ ആവശ്യം യഥാർത്ഥത്തിൽ ഫലപ്രാപ്തിയിലെത്താൻ പോകുന്നില്ലല്ലോ. അവിടെ ഭീകരവാദത്തിനെതിരായിട്ടുള്ള ഇന്ത്യയുടെ നിലപാടിന് രാജ്യാന്തര തലത്തിൽ ഒരു പിന്തുണ കിട്ടുക എന്നത് അനിവാര്യമാണല്ലോ. അതിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗം നമുക്ക് ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അതീവ സങ്കീർണമായ ഒന്നല്ല. അത് വളരെ ലളിതമായ ഒരു സമവാക്യത്തിന് മേലെയാണ് അത് പ്രവർത്തിക്കുന്നത്. 1989 പാകിസ്ഥാൻ ഈ ജമ്മു കാശ്മീർ കേന്ദ്രീകരിച്ച് ക്രോസ് ബോർഡർ ടെററിസം ആരംഭിക്കുന്നത്. അതിനു മുമ്പാണ് 49-ലും 65-ലും 71-ലും 3 മേജർ യുദ്ധങ്ങൾ ഉണ്ടായി. അന്ന് ടെററിസം ഇല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിന്റെ മൂലഹേതു? അത് ഇന്ത്യ കാണുന്ന രൂപത്തിലല്ല പാകിസ്ഥാൻ കാണുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അവര് 1940-കളിൽ മുഹമ്മദ് അലി ജിന്ന മുന്നോട്ട് വെച്ച 2 നേഷൻ തിയറി, ഇന്ത്യ ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ആർ 2 നാഷണാലിറ്റീസ്, അവർ 2 ദേശീയതകളാണ്, അതുകൊണ്ട് അവർക്ക് ഒരു രാജ്യമായിരിക്കാൻ സാധിക്കില്ല. ഈ ആശയം അതുപോലെ കഴിഞ്ഞ ഏപ്രിൽ 16 പാകിസ്ഥാനിലെ വിദേശ അധിവസിക്കുന്ന ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇസ്ലാമാബാദിലെ ഒരു കൺവെൻഷനിൽ പാകിസ്ഥാന്റെ സൈനിക മേധാവി പറയുകയുണ്ടായി. അപ്പോൾ കൺവെൻഷണൽ വാർ, ഒരു സാമ്പ്രദായികമായി സൈനിക നടപടിയിലൂടെ കാശ്മീർ മോചിപ്പിക്കാൻ കഴിയില്ല എന്ന സാഹചര്യത്തിലാണ് അതിർത്തി കടന്ന ഭീകരവാദവും പിന്നെ 70-കളിൽ 1000 കട്ട് ഡോക്ട്രിനും പാക് സൈന്യം സ്വീകരിക്കുന്നത്. ഇവിടെ തീവ്രവാദം സംബന്ധിച്ച് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ചർച്ചയിൽ 2 കാര്യങ്ങൾ അടിവരയിട്ട് നമ്മൾ സൂചിപ്പിച്ചത്. 2 കാര്യങ്ങളിലെ ചർച്ചയുള്ളൂ. ഒന്ന് അതിർത്തി കടന്ന ഭീകരവാദം, 2 പാക് അധീന കാശ്മീർ. അതിൽ പാക് അധീന കാശ്മീർ ഉടനടി ഇന്ത്യക്ക് കൈമാറണമെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യ വിഭജനത്തിൽ പ്രധാനമായ നാട്ടുരാജ്യങ്ങൾക്ക് 3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു: ഇന്ത്യയിൽ ചേരുക, പാകിസ്ഥാനിൽ ചേരുക, സ്വതന്ത്രമായി നിൽക്കുക. അങ്ങനെ സ്വതന്ത്രമായി നിന്ന കാശ്മീർ ആക്രമിക്കപ്പെട്ടപ്പോഴാണ് അവർ ഇന്ത്യയുടെ സഹായം തേടുകയും ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ പ്രകാരം ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന്. അത് പ്രകാരം മുഴുവൻ കാശ്മീരും എന്ന് വെച്ചാൽ പാക് അധീന കാശ്മീർ, ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ മേഖല, ഇന്ത്യയുടെ ഭാഗമായ ജമ്മു ആൻഡ് കാശ്മീർ, അതുപോലെ ചൈന കൈവശം വെച്ചിട്ടുള്ള അക്സായി ചിൻ മേഖല അവരെ പിടിച്ചെടുത്തതാണ് 1962-ൽ. 1963-ൽ പാകിസ്ഥാൻ ചൈനയ്ക്ക് കൈമാറിയ ഷക്സം താഴ്വര, ഇത്രയും പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന കാശ്മീർ മുഴുവനും ഇന്ത്യയുടെ ഭാഗമാണ്. അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അവരുടെ കയ്യിൽ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ മേഖലയും പാക് ഒക്കുപ്പൈഡ് കാശ്മീരുമുണ്ട്. അപ്പോൾ മുഴുവൻ കാശ്മീരും ഇന്ത്യയിലെ കാശ്മീർ വാലി അവര് പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. മുഴുവൻ കാശ്മീരിന്റെ മേലെ അല്ല അവരുടെ അവകാശവാദം. അത് മതസംബന്ധിയാണ്. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ 2011 സെൻസസ് പ്രകാരം 96.41% മുസ്ലിം പോപ്പുലേഷനുള്ള, അതും സുന്നി മുസ്ലിംസ് ആണ്. അവർക്ക് ഈ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ മേഖലയിലെ ഷിയ പോപ്പുലേഷനോട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോ ഇത്രയും വരുന്ന ഈ സുന്നി പോപ്പുലേഷനുള്ള കാശ്മീർ വാലി ഇന്ത്യ വിഭജനത്തിന്റെ ആധാരമായി ഉയർത്തിയ, അതാണ് നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ കണ്ട സ്വപ്നം എന്നൊക്കെ ആസിം മുനീർ പറഞ്ഞത്. അത് പ്രകാരം അത് പാകിസ്ഥാന്റെ ഭാഗമാക്കണം. അപ്പോൾ പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്തതും ഇപ്പോൾ ക്രോസ് ബോർഡർ ടെററിസം നടത്തിക്കൊണ്ടിരിക്കുന്നതും പാക് അധീന കാശ്മീരിനെ പിടിച്ചെടുത്ത് പാകിസ്ഥാന്റെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പാകിസ്ഥാൻ മുന്നോട്ട് വെക്കുന്ന ഈ ആശയത്തോട് ഇസ്ലാമിസ്റ്റ് സമീപനം പുലർത്തുന്ന ലോകത്തിലെ പല രാജ്യങ്ങളും, പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങൾ പലതും ഐക്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ തുർക്കിയെ അതിനോട് ഐക്യപ്പെടുന്നതിന്റെ കാരണം ഇതാണ്.
എർദോഗാൻ പുതിയ ഒരു ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയത്തെയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. പശ്ചിമേഷ്യയിലെ സവിശേഷമായ സാഹചര്യത്തിൽ ഇറാന്റെ നേതൃത്വത്തിൽ ഒരു ഷിയ പ്രോക്സി, ഒരു ഷിയ ഗ്രൂപ്പിംഗ് അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഇറാൻ ഉണ്ടായിരുന്നു, സിറിയ ഉണ്ടായിരുന്നു, ലെബനനിലെ ഹിസ്ബുള്ള, ഹൂത്തികൾ എല്ലാം ചേർന്നിട്ടുള്ള ഒരു ഷിയ സഖ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനെ തകർത്ത് അതിന് ബദലായി തുർക്കിയയുടെ നേതൃത്വത്തിൽ സുന്നി ഗ്രൂപ്പിംഗ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് TRSനെ പിന്തുണയ്ക്കുകയും അവര് സിറിയയിൽ അധികാരം പിടിക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ ടർക്കിയയുടെ പ്രോക്സികൾ ഒരു സുന്നി ഗ്രൂപ്പിംഗ് ഉണ്ടാക്കുന്നു. ഇതിനോട് അമേരിക്ക ഐക്യപ്പെടുന്നുമുണ്ട്. അതുകൊണ്ടാണ് ട്രംപ് അൽ ഖ്വയ്ദയിൽ അംഗമായിട്ടുള്ള അഹമ്മദ് അൽ ഷാറ എന്ന മുൻ അൽ ഖ്വയ്ദ നേതാവ് നേതൃത്വം നൽകുന്ന TRS അധികാരം പിടിച്ചപ്പോൾ അദ്ദേഹവുമായിട്ട് ട്രംപിന്റെ യാത്രയിൽ അവരുമായിട്ട് സംസാരിക്കുന്നതിന്റെ ചിത്രം വന്നല്ലോ. മാത്രമല്ല സിറിയയ്ക്ക് നേരെ US ചുമത്തിയിട്ടുള്ള ഉപരോധങ്ങൾ മുഴുവനും പിൻവലിക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊരു ന്യൂ നോർമലായി മാറിയിരിക്കുന്നു എന്ന് സാരം. ഇപ്പൊ പാകിസ്ഥാനുമായി തുർക്കിയെ ഐക്യപ്പെടുന്നത് ഈ ഐഡിയോളജിക്കൽ റീസൺ കൊണ്ടാണ്. ആ ഐഡിയോളജിക്കൽ റീസൺ ഇസ്ലാമിക് പൊളിറ്റിക്സിന്റെ തന്നെ ഒരു പ്രയോഗ പദ്ധതിയാണ്. അതായത് ഇന്റർനാഷണൽ ഇസ്ലാം എന്നും ഇസ്ലാമിക ഖിലാഫത്തിന്റെ സ്ഥാപനം തുടങ്ങിയിട്ടുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്സ് എന്നൊക്കെ പറയുന്ന ആശയങ്ങളുമായി ഉള്ള സാമ്യവും അതുകൊണ്ടാണ് ഈ ബ്രദർഹുഡ് പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ടാണ് പാകിസ്ഥാനിലെ ജനങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ്, അവരോട് ഞങ്ങൾ ഐക്യപ്പെടുന്നു എന്നുള്ളത് ടർക്കിയ എന്ന രാജ്യം പാകിസ്ഥാനിലുള്ള രാജ്യവുമായി ഐക്യപ്പെടുന്നത് പോലെയല്ല. അത് ഒരു മുസ്ലിം ബ്രദർഹുഡ് ഉണ്ടാക്കുന്നു എന്നതിന്റെ ഒരു പ്രയോഗമാണ്. അതുകൊണ്ട് ആ ഒരു പുതിയ രൂപത്തിലുള്ള സംഘർഷമാണ് ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നത്. ആ ഒരു അർത്ഥത്തിൽ ഇന്ത്യ അതിന്റെ സ്ട്രാറ്റജി മാറ്റേണ്ടതുണ്ട് വളരെ കൃത്യമായി. അതുകൊണ്ട് ഈ ഒരു പാകിസ്ഥാന്റെ ആശയത്തിലേക്ക് ഇന്ത്യയെ കൂടി ഡ്രാഗ് ചെയ്യുക എന്ന ലക്ഷ്യം വെച്ചിട്ടാണ് പഹൽഗാമിൽ ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് വെടിവെച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവിടെ യഥാർത്ഥത്തിൽ ചരിത്രപരമായ ഈ വിഷയത്തെ നേരിടേണ്ടതുണ്ട്. അത് ഇന്ത്യ വിഭജനം യഥാർത്ഥത്തിൽ ഒരു ഹിന്ദു മുസ്ലിം വിഭജനമല്ല. ഒരു ഭാഗത്ത് ഹിന്ദുക്കളും മുസ്ലിമുകളും ദേശീയ മുസ്ലിമുകൾ അടക്കമുള്ള ലക്ഷക്കണക്കിന് മനുഷ്യർ ഇന്ത്യയിലും, അതേസമയം വർഗീയമായ നിലപാടെടുത്ത ആളുകൾ മാത്രം പാകിസ്ഥാനിൽ എന്ന നിലയിലുള്ള വിഭജനം. അപ്പോൾ ഈ ചരിത്രപരമായ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് പുതിയ രൂപത്തിൽ ഈ സാഹചര്യത്തെ, അതായത് ഒരു സുന്നി ദേശീയതയിൽ നിന്ന് പാകിസ്ഥാൻ സുന്നി ജിഹാദി ദേശീയതയിലേക്ക് മാറുന്നതിന്റെ ഒരു ചിത്രമാണ് ഇപ്പോൾ ഈ പാക് സൈനിക മേധാവി മുന്നോട്ട് വെക്കുന്നത്. ഇത് ഒരു പുതിയ സാഹചര്യമാണ്. അപ്പോ ഒരു സുന്നി ജിഹാദി ദേശീയതയെ അഭിമുഖീകരിക്കണം എന്നത് പ്രത്യയശാസ്ത്ര തലത്തിൽ ഇന്ത്യക്ക് പുതിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് സൈനികമായി ഒരുപക്ഷെ ഇന്ത്യക്ക് പൂർണ്ണമായി പാകിസ്ഥാനെ തോൽപ്പിക്കാൻ സാധിച്ചേക്കാം. പക്ഷേ ഒരു ഐഡിയോളജിക്കൽ വാർ കൂടി നടക്കുന്നുണ്ട്. ഈ ഐഡിയോളജിക്കൽ വാറിന് അർത്ഥമില്ല എന്ന് കാണാൻ സാധിക്കില്ല. കാരണം ഇതിന്റെ ഭാഗമായിട്ട് പുതിയ ഗ്രൂപ്പിംഗ്സ് ഉണ്ടായി വരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ പുതിയ രൂപത്തിൽ സമീപിക്കേണ്ട വരും. സൈനികമായിട്ടും നയതന്ത്രപരമായിട്ടും രാഷ്ട്രീയമായിട്ടും പാകിസ്ഥാനെ അന്താരാഷ്ട്ര വേദികളിൽ ചെറുക്കുവാനും പരാജയപ്പെടുത്താനുമുള്ള ശേഷി നമുക്കുണ്ട്. പക്ഷേ പാകിസ്ഥാൻ അൺലീഷ് ചെയ്യുന്ന ഈ ഐഡിയോളജിക്കൽ വാറിനെ വളരെ സൂക്ഷ്മതയോടുകൂടി ഇന്ത്യ അഭിമുഖീകരിക്കണം. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് ചോദിച്ചാൽ ഇസ്ലാമിക പാകിസ്ഥാനും ഇപ്പറേ ഹിന്ദു ഇന്ത്യയും ഉണ്ടാകുന്ന നിലയിലേക്കായിരിക്കും. മനസ്സിലായി ഡോക്ടർ PJ വിൻസെന്റ്. അതിനകത്ത് താങ്കൾ പറഞ്ഞതുപോലെ ഈ ചരിത്രപരമായ അനുഭവങ്ങൾ അതിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളുടെ തുടർന്ന് മുന്നോട്ടുള്ള യാത്രയിലെ തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടതെങ്കിൽ ഇതേ ചരിത്രപരമായ അനുഭവങ്ങൾ പാകിസ്ഥാനെ ഏത് ദിശയിലേക്കാണ് കൊണ്ടുചെന്ന് എത്തിക്കുക? താങ്കൾ പറഞ്ഞതുപോലെ ഒരു സുന്നി ജിഹാദി ദേശീയതയാണ് പാകിസ്ഥാനിൽ രൂപപ്പെട്ടിരിക്കുന്ന ഇന്ത്യക്ക് മുന്നിലെ പുതിയ വെല്ലുവിളിയെങ്കിൽ അതിന് നയതന്ത്ര തലത്തിലോ സൈനിക തലത്തിലോ ഭരണകൂടത്തിൻ്റെ തലത്തിലോ പെട്ടെന്നൊരു പരിഹാരം കാണുക അസാധ്യമായിരിക്കും. അപ്പോൾ ലളിതമെന്ന് നമ്മൾ തുടക്കത്തിൽ വിശേഷിപ്പിച്ച ഇന്ത്യ പാകിസ്ഥാൻ വിഷയം അത് കൂടുതൽ സങ്കീർണമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നാണ് താങ്കൾ ഇതുവരെ നടത്തിയ വിശകലനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്.